ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു വിഭാഗം ആളുകൾ അവനവന്റെ മതത്തെ വളർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു എതിർഭാഗം, ഒരു എതിർചേരി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് നല്ലതാണ്. ലോകം മുഴുവനും ഇസ്ലാം മതമാക്കി മാറ്റാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ മതത്തിൽ അത്രമാത്രം മാനവികതയും സദാചാര മൂല്യങ്ങളും ഉണ്ടെങ്കിൽ ഈ മതത്തിലേക്ക് ആളെ വലിച്ചു ചേർക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. ഈ മതത്തിലേക്ക് ആളുകൾ വന്ന് ചേർന്നോളുമല്ലോ. അത്രമാത്രം നന്മയും മേന്മയും ഉള്ളതാണെങ്കിൽ ഈ മതത്തിന്റെ വക്താക്കൾ തന്നെ, നമ്മളൊരു പഴം വാങ്ങി കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ അവർ തന്നെ റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ മതത്തെ വളർത്തിക്കൊള്ളുമല്ലോ. പിന്നെന്തിനാണ് ഒരു വിഭാഗം ആളുകൾ അതിനു വേണ്ടി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെടേണ്ട കാര്യം എന്താണ്? ഞാൻ അതിനു മുമ്പ് ചെറിയ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചില താത്താമാരിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് ഇസ്ലാം മതത്തെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി. ഇസ്ലാം മത ഗ്രന്ഥങ്ങൾ ആൾക്കാർ വായിക്കണം. കഴിഞ്ഞ ദിവസം ഒരു സന്യാസി ഒരു ബുക്ക് സ്റ്റാളിൽ കുറച്ച് പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി പോകുകയും പിന്നീട് ആ പുസ്തകത്തിന്റെ വിലയായി 2000 രൂപ നൽകുകയും ചെയ്തപ്പോൾ ആ ബുക്ക് സ്റ്റാൾ ഉടമ ഒരു പൈസയും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ഖുർആൻ പരിഭാഷകൾക്ക് നൽകി. വിടാതെ പിന്തുടർന്നു. പിന്നീട് ജുമുഅ ഖുതുബകൾക്ക് കൊണ്ടുപോയി ഇരുത്തി. പിന്നീട് ഒരുപാട് പുസ്തകങ്ങൾ ഇസ്ലാമികപരമായി നൽകി. അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ, യുവ പ്രായത്തില് അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തത് കൊണ്ട് തന്നെ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടാകുകയും ഇസ്ലാം മതം തന്നെയാണ് ശരി എന്ന് വിശ്വസിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് മാറുകയും ചെയ്തു എന്ന് ട്രൂ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ചാനലിൽ നമ്മളൊരു ഇന്റർവ്യൂ കണ്ടതാണ്. ഞാൻ എടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോ ഏതൊരു സന്യാസിയാണെങ്കിലും പാസ്റ്റർ ആണെങ്കിലും ശരി, ഇസ്ലാം മതം അത്രമാത്രം മൊഞ്ചായതാണെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് പ്രലോഭിപ്പിച്ച് പ്രീണിപ്പിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഈ മതം വന്നോളും. സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല. അപ്പിക്കുപ്പായക്കാരായ ആളുകൾ കുട്ടികളെ അലിഫും ബാവും പഠിപ്പിച്ച് കുട്ടികളെ കുളിപ്പിച്ച് കഴുകി ഭർത്താക്കന്മാരെ സുഖിപ്പിച്ച് വീട്ടിലിരിക്കുക എന്ന ധർമ്മമാണ് ഇതുവരേക്കും ഇസ്ലാം മതം പഠിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം പുരോഹിതരും അത് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. കറുത്ത കുപ്പായമിട്ട പോത്തിന്റെ കുപ്പായമിട്ട പോത്തെ, നിനക്കൊക്കെ നാണമില്ലേ തെരുവിലൂടെ ഇറങ്ങി നടക്കാൻ എന്നായിരുന്നു നമ്മുടെ കാസിമി വെല്ലുവിളിച്ചത്, പരിഹസിച്ചത്. ഇപ്പോൾ അവര് കുറെ പുസ്തകവും ഓരോ ബാഗുകളുമായി വീടാന്തരം കയറി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. കാണാം. വീടാന്തരം കയറി ഇറങ്ങി ഇസ്ലാം മതത്തെ പ്രചരിപ്പിക്കുവാണ്. നോക്കിക്കോ. വേഗം കൊണ്ടുവന്നതാ. വായ്പമാർക്കെല്ലോ കൊടുക്കും. ഏട്ടന്മാരൊക്കെ വാങ്ങി ഒരു നോക്കി. ഇന്റർലോക്ക് കടത്തുന്ന കുട്ടിയില്ലേ, ഒരു കോടി വാങ്ങിക്കണ്. പിന്നെ മലയാളാണ്. ഖുർആൻ മനുഷ്യർക്കാണ് ഏട്ടാ. മനുഷ്യർക്ക് വേണ്ട, നമുക്ക് എന്തിനാ? നിങ്ങൾ ഓരോരുത്തർ ആവശ്യമുള്ള ഓരോരുത്തർ വാങ്ങില്ല. ബുക്ക് സ്റ്റാള് പോയിട്ട് ബുക്ക് സ്റ്റാളിൽ ഇങ്ങനെ ദൈവം ഉദ്ദേശിച്ച ആശയത്തിലല്ല. ദൈവം ഓരോരുത്തർ ഓരോ മതത്തിനെ പറ്റി വിശ്വസിക്കുന്നുണ്ട്. മറ്റുള്ള മതത്തിന് നിങ്ങൾ വരേണ്ട ആവശ്യം എന്താണ്? ഇത് മതപ്രചാരം ഖുർആൻ പിന്നെ മതപ്രചാരം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വായിക്കപ്പെടണം. നിങ്ങൾ വെച്ചാൽ പോരെ? നമ്മൾ ഈ ഗീത വായിക്കുന്ന ഒരു വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഖുർആൻ വായിക്കുന്ന ഗീതത്തിലുണ്ടല്ലോ, ഖുർആനിൽ വായിക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾക്ക് വായിക്കണ്ട. നിങ്ങൾ അങ്ങനെ ഇത് ശരിയല്ലത്. ഏട്ടനല്ല ജയിച്ചാലും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ ഈ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ വീട്ടിലും കൊണ്ട് നടക്കുന്നത് ഓരോരുത്തർ വിശ്വാസം ഓരോരുത്തർ കൊണ്ട് നടക്ക്. വിശ്വാസം കൊണ്ട് മനുഷ്യരൊന്നാണ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്. അതായിട്ട് ഇവിടെ എല്ലാവരും ജീവിക്കുന്നുണ്ട്. നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇങ്ങനത്തെ ഇതായിട്ട് നടക്കണേ. പ്രശ്നത്തിന് ഇത് പറ്റൂല. പ്രപഞ്ചത്തെ എല്ലാ ഞങ്ങൾക്ക് ഖുർആൻ വായിക്കണ്ടെന്ന്. ഞങ്ങൾ എന്തിനാ ഖുർആൻ വായിക്കണേ? അത് ഓരോരുത്തരും ഇഷ്ടമാണ്. നിങ്ങൾ ഈ എല്ലാ വീടാന്തരം ചെന്നിട്ട് ഈ ഖുർആൻ വായിക്കണം പറഞ്ഞിട്ട് ഓരോരുത്തരും ഇത് കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഖുർആനല്ലേ? ഖുർആനാണെങ്കിലും ഖുർആന്റെ ആത്മാവാണെങ്കിലും ഇവിടെ വേണ്ട. ഇവിടെ നിങ്ങൾ ഈ വീടാണ് നടക്കുന്നത് ശരിയല്ല. ഞാൻ വേണ്ട. ജാതി മതല്ല. നിങ്ങൾ എന്തിനാ ഖുർആനായിട്ട് നടക്കണേ? ഞങ്ങൾ ഏതെങ്കിലും ആൾക്കാരുമായി പിന്നെ ഇതായിട്ട് എല്ലാ വീട്ടിലും നടക്കണ്ട. അവരെ മതം പ്രചരിപ്പിക്കുന്നില്ല. നിങ്ങളാണ് മതം പ്രചരിപ്പിക്കണേ. മനുഷ്യനുണ്ട്. മനുഷ്യന്മാർക്ക് ഓരോക്കെ മതം ഉണ്ടല്ലോ. അതിപ്പോ നിങ്ങളോട് നടക്കണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വീട് പറഞ്ഞുതരാം. ഇങ്ങനെ ഇവർ സ്വയം പരിഹാസ്യരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ മതം അത്രമാത്രം മെച്ചപ്പെട്ടതാണെങ്കിൽ ഇവർ കൊണ്ടു നടന്ന് വളർത്തേണ്ടുന്ന കാര്യമില്ല. ഇവര് ഹിന്ദുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച്, ക്രിസ്ത്യാനികളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് ഇവരിങ്ങനെ നടക്കുകയാണ് ഇവരുടെ മതം പഠിപ്പിക്കാൻ, ഇവരുടെ മതഗ്രന്ഥം വായിപ്പിക്കാൻ വേണ്ടി. ഖുർആനിന്റെ ആത്മാവും കൊണ്ട് ഇവരെ ഇറങ്ങി നടക്കേണ്ട കാര്യം എന്താ?
ഖുർആനിന്റെ ആത്മാവ് നിങ്ങൾക്ക് പവിത്രതയുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് മഹത്വമുള്ളതാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഗ്രന്ഥമാണെങ്കിൽ അങ്ങനെ നിങ്ങളങ്ങ് അയക്കൂ. മറ്റുള്ളവർക്ക് കൂടി നിർബന്ധിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആ വീട്ടിലേക്ക് ചെല്ലുന്നു, ആ വീട്ടുകാർ പറയുന്നു എനിക്കിത് ആവശ്യമില്ല, ഞാൻ ഗീത വായിക്കുന്ന ആളാണ്, എനിക്കിത് വേണ്ട. അല്ല ചേട്ടാ, ഇത് ഖുർആനിന്റെ ആത്മാവാണ് ചേട്ടാ, ഇത് നിങ്ങളൊന്ന് വായിക്കണം ചേട്ടാ, എല്ലാ മതങ്ങളും ഒരുപോലെയാണ് ചേട്ടാ. അതിന്റെ കാര്യമില്ല. അങ്ങനെ നിർബന്ധിപ്പിച്ച് ഒരാളിൽ അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒരു വസ്തുതയല്ല മതം. തന്നെയുമല്ല, ഇപ്പോ കൂടിയ കാറുകൾ, റോൾസ് റോയ്സ് ആണെങ്കിലും ബെൻസ് ആണെങ്കിലും ഓഡി ആണെങ്കിലും TV-യിൽ പരസ്യം ചെയ്യാറുണ്ടോ? അത് അത്രമാത്രം മഹത്വമുള്ളതാണ്, വില കൂടിയതാണ്, സമൂഹത്തിൽ എപ്പോഴും പ്രസ്റ്റീജ് ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്നൊക്കെ കരുതുന്ന ആളുകൾ ഒരിക്കലും ഈ TV-ക്ക് മുമ്പിൽ ചടങ്ങിയിരിക്കില്ല. ഈ പരസ്യങ്ങൾ കാണാനിരിക്കാനുള്ള സമയം അവർക്കില്ല. അവർ അവരുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കും. അതുകൊണ്ട് പരസ്യം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ മതം അത്രമാത്രം മൊഞ്ചായ മതമാണെങ്കിൽ മറ്റുള്ള മതങ്ങളെയും അതിന്റെ ദർശനങ്ങളെയും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെയും ഒക്കെ അതിജയിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഈ ആമ്പാറ്റകളെ പോലെ ആളുകൾ വന്നു വീഴും. ഇങ്ങനെ കോച്ചിങ് കൊടുത്ത് കുറെ പെണ്ണുങ്ങളെ ഇറക്കി വിടണ്ട. ഇതെന്തിനാ ഹൂറി പെണ്ണുങ്ങളെയൊക്കെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ വീടുകളിലേക്ക് ഖുർആൻ പരിഭാഷയും തോളിൽ ഒരു സഞ്ചിയുമായിട്ട് കുറെ ബ്രൗഷറും ഒക്കെ ആയിട്ട് വിടേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ മതം നിങ്ങൾക്ക് മഹത്വമുള്ളതാണ്, നിങ്ങളത് വായിച്ചോ. സത്യം പറഞ്ഞാൽ ഈ മതത്തിന്റെ മഹത്വം ഏറ്റവും കൂടുതൽ ഈ കേരളക്കരയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് ആരാണെന്നറിയാമോ? ഒന്നതിന്റെ ചുക്കാൻ പിടിച്ചത് എം അക്ബറാണ്. അവരുടെ സ്നേഹസംവാദം എന്ന വെറുപ്പുൽപാദിപ്പിക്കുന്ന പരിപാടിയിലൂടെയാണ് കേരളക്കര മനസ്സിലാക്കിയത് ഖുർആനിനകത്ത് എന്താണുള്ളതെന്ന്. കാരണം അയാള് മറ്റുള്ളവരുടെ വേദങ്ങളിലെ ബൈബിളാണെങ്കിലും ഗീതയാണെങ്കിലും അതിലൊക്കെയുള്ള ശരി തെറ്റുകൾ മനസ്സിലാക്കുന്ന തിരക്കിൽ, ആ തെറ്റുകൾ മുസ്ലിം സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തിരക്കിൽ തങ്ങളുടെ കണ്ണിൽ കിടക്കുന്ന കോല് കാണാൻ മറന്നുപോയി. അപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ കോലെടുക്കാൻ നിർബന്ധിതരായി. അവർ ഇസ്ലാമിന്റെ തത്വങ്ങളെ കുറിച്ച് നന്നായി പഠിക്കുന്നതിന് വേണ്ടി ഖുർആനും ഹദീസും മറ്റ് ഇസ്ലാമിക പ്രമാണങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കാൻ നിർബന്ധിതരായി. അവരത് പഠിച്ചു, മനസ്സിലാക്കി, പിന്നീട് അവരത് പ്രചരിപ്പിച്ചു. അതോടുകൂടി ഈ മതത്തിന് അടിപറ്റി. പിന്നെ രണ്ടാമതായിട്ട് ഈ മതത്തിന് ശരിക്കും അടിപറ്റാനുള്ള കാരണം പ്രധാനമായിട്ടും മുസ്ലിം പുരോഹിതന്മാരാണ്. അവര് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇസ്ലാം എന്ന് കേരളക്കരയെ പഠിപ്പിച്ചു. എന്താണ് മുസ്ലിം, എന്താണ് ഇസ്ലാം, ശരിയായിട്ടുള്ള ഇസ്ലാം മത പ്രഭാഷണങ്ങൾ എങ്ങനെയാണ്, ഇസ്ലാം മത പുസ്തകങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തത്വങ്ങൾ എന്താണ് എന്നവർ പഠിപ്പിച്ചു. ഒരെണ്ണം കേട്ടോ. ഇപ്പൊ ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലിയാൽ സാധാരണ ഇവിടുന്ന് ദിക്ർ വലിയ കൂലിയല്ല കിട്ടുക. കാരണം എന്താ? ടൗൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും വഞ്ചന, കളവ്, വാക്തത്തലം. അപ്പൊ മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദെ? ബലാത്സംഗം, പീഡനം, പ്രകൃതി വിരുദ്ധ പീഡനം, വെളിച്ചെണ്ണ പ്രയോഗത്തിന്റെ പരിശീലന കേന്ദ്രം, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇതേപോലെ കുറെ ഹറാമുകള് നടക്കുന്ന. അങ്ങനെയാണെങ്കിൽ ഹലാലുകൾ മാത്രം നടക്കുന്ന സ്ഥലത്തെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? മദ്രസകൾ പറ്റുമോ? ദർസുകൾ പറ്റുമോ? അറബി കോളേജുകൾ പറ്റുമോ? അവിടെയൊക്കെ ഹലാലുകൾ മാത്രം നടക്കുന്ന സ്ഥലങ്ങളാണോ? ചോദിച്ചതാ. അങ്ങാടി, മാർക്കറ്റ്, പഴുത്തത് ഉള്ളു ഇങ്ങനെ കുറെ കളവുകൾ. അപ്പോ നമ്മുടെ പുസ്തകം വെച്ചിട്ട് ഇതിനകത്തുള്ള ഭീകരവാദവും തീവ്രവാദവും യുദ്ധവും കൊള്ളയും കൊലയും പെണ്ണുപിടിയും ഒക്കെ മറച്ചു വെച്ച് ഇത് സമാധാനത്തിന്റെ സന്ദേശമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വീട് വീടാന്തരം കയറിക്കൊണ്ട് നടക്കുന്നതോ, നിങ്ങൾ സ്റ്റേജ് കെട്ടി പ്രഭാഷണം നടത്തുന്നതോ ഇത് സമാധാനത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ ആശയമാണ്, മാനവികതയെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കുന്നതോ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള അന്യമത വിരോധവും ലക്ഷണമൊത്ത വർഗീയതയും മറ്റെവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളോടായതുകൊണ്ട് പറയുവാണ്. ഗീതയും ഇതിനകത്തുണ്ട്, ബൈബിളും ഇതിനകത്തുണ്ട്. ഈ ഗ്രന്ഥമാണ് മൊഞ്ചായ ഗ്രന്ഥം എന്ന് പറഞ്ഞ് വീടുകൾ തോറും പെണ്ണുങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അവരെ മതം മാറ്റിക്കാൻ ശ്രമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? കള്ളന്മാരാരാ ഏറ്റവും കൂടുതൽ? ഞാൻ പറയണ്ടല്ലോ. യുവതലമുറ, വഴിതെറ്റുന്ന യുവതലമുറ എന്നാണ് ഒരു ഉസ്താദിന്റെ എല്ലാ പ്രഭാഷണങ്ങളും. കണ്ണു തെറ്റിയപ്പോൾ
കൂട്ടുകാരനായ പോപ്പുലർ ഫ്രണ്ടുകാരന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയും കൊണ്ട് തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്ന കാട്ടിൽ പോയി ഇന്നോവ കുലുക്കാൻ. അതുകൊണ്ടാണ് ടൗണിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ചൊല്ലിയാൽ, ഇനി കേൾക്കുന്ന ഓഫർ കേട്ടാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഈ നന്മ ചെയ്യാതിരിക്കൂല. എന്താ ഓഫർ എന്നറിയാം? ഈ ദിക്ർ ഒരാൾ പാനൂർ ടൗണിൽ, തലശ്ശേരി ടൗണിൽ, കൂത്തുപറമ്പ് ടൗണിൽ, കണ്ണൂർ ടൗണിൽ, തളിപ്പറമ്പ് ടൗണിൽ, പയ്യന്നൂർ ടൗണിൽ അല്ല, ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന അങ്ങാടിയിൽ കയറുമ്പോൾ ചൊല്ലിയാൽ 10 ലക്ഷം പ്രതിഫല അയാൾക്ക് അള്ളാഹു എഴുതുക. തീർന്നോ? ഇല്ല. 10 ലക്ഷം തെറ്റ് അയാളുടെ ഏടുന്ന് വായിക്കും. തീർന്നോ? ഇല്ല. 10 ലക്ഷം ദറജ. പദവി, ദർജ എന്ന് പറഞ്ഞ പദവി. അപ്പൊ ഇപ്പൊ തന്നെ ഏതാണ്ട് 30-40 ലക്ഷത്തോളമായി. ഇത്രയും നന്മ കിട്ടുന്ന കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ ഉസ്താദെ? അങ്ങാടിയിൽ പോയാൽ ഉടനെ ഉസ്താദുമാര് തന്നെ പെണ്ണുങ്ങളുടെ വായി നോക്കിക്കൊണ്ടാണ് നടക്കുന്നത്. നന്ദി.